ആടുജീവിതം ചിത്രത്തിന് സ്വപ്നതുല്യമായ തുടക്കം കിട്ടിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷനിലൂടെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് റിലീസിന്റെ മുന്നേ തന്നെ 3.25 കോടിയോളം നേടാൻ ചിത്രത്തിന് സാധിച്ചു. ഇപ്പോൾ ഇത് ആദ്യ ഷോ കഴിഞ്ഞ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയം അല്ലെങ്കിൽ ചിത്രം ചിലപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വരെ ചേക്കേറിയേക്കാം എന്നുള്ള സൂചനയാണ് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത്. ഇതുവരെയും പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുള്ള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ പല ചിത്രങ്ങളും ലിസ്റ്റിൽ ഉണ്ടാവുമെങ്കിലും ഇനി അങ്ങോട്ട് പറയാൻ സാധിക്കുക ആടുജീവിതം എന്ന ചിത്രമായിരിക്കുമെന്നാണ് കണ്ട പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയുന്നത്. എന്തായാലും മലയാള വേർഷൻ അങ്ങ് ക്ലിക്ക് ആയിട്ടുണ്ട്. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഓരോ മണിക്കൂറിലും 14,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഹെവി വേട്ട ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെതായിട്ട് കാണാൻ സാധിച്ചത്. റിപ്പോർട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. ഇന്ന് കേട്ടോ, മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ മൂവിയാണല്ലോ ആടുജീവിതം. ചിത്രത്തിന്റെ മറ്റുള്ള ലാംഗ്വേജിലെല്ലാം നോക്കുന്ന സമയത്ത് മലയാളത്തിന്റെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പല മലയാള ചിത്രങ്ങളും പാൻ ഇന്ത്യൻ സിനിമ എന്ന പേരിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം പതിപ്പ് ആദ്യം റിലീസ് ചെയ്യും, ബാക്കിയുള്ള ലാംഗ്വേജിലൊക്കെ പിന്നീടാണ് റിലീസ് ചെയ്യാറുള്ളത്. എന്നാൽ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാ ലാംഗ്വേജിലും ഈ ഒരു ചിത്രം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മലയാള പതിപ്പിന് കിട്ടിയതുപോലുള്ള ഒരു സ്വീകാര്യത അതർ ലാംഗ്വേജിൽ ആടുജീവിതം എന്ന ചിത്രത്തിന് കിട്ടുമോ എന്നുള്ളതാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി ഉറ്റുനോക്കുന്നത്. പ്രേമലുവും അതുപോലെ മഞ്ഞുമ്മൽ ബോയ്സ് എല്ലാം അതർ ലാംഗ്വേജിലും വലിയ സംസാര വിഷയം തീർത്ത സിനിമകളായിരുന്നു. അതുപോലുള്ള ഒരു മൗത്ത് പബ്ലിസിറ്റി അതർ ലാംഗ്വേജിലും ആടുജീവിതം നേടിയാൽ മലയാള സിനിമയുടെ വിപണി മറ്റു അനേകം സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് 2024 സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. 2024 3 മാസങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ജനുവരിയിൽ ആദ്യം ഹിറ്റ് കിട്ടിയത് അബ്രഹാം ഹൗസ്ലർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഹിറ്റുകളുടെ മേളം തന്നെയായിരുന്നു പ്രേമലുവും ബ്രഹ്മയുഗവും മഞ്ഞുമ്മൽ ബോയ്സും. എന്നാൽ മാർച്ചിൽ ഒരു വിജയ ചിത്രം മാർച്ച് 28 ആടുജീവിതം റിലീസ് ആവുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. വലിയ വിജയം തന്നെയാണ് ആടുജീവിതം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്.